Okay, today we are going to study about the bioinformatics. Bioinformatics എന്ന് വെച്ചാൽ എന്താ? ബയോളജി പ്ലസ് ഇൻഫർമാറ്റിക്സ് ആണ്. അതായത് ഒരു ലിവിങ് സിസ്റ്റത്തിനെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു വെൻ ഡയഗ്രാം വരയ്ക്കുകയാണെന്ന് വെച്ചോ. ദിസ് ഈസ് ദ ബയോളജി പാർട്ട് ആൻഡ് ദിസ് ഈസ് ദ IT പാർട്ട്. സോ ദി കോമൺ സോൺ ബിറ്റ്വീൻ ദിസ് ഈസ് ദി ബയോഇൻഫർമാറ്റിക്സ്. അതായത് നമ്മൾ ബയോളജിക്കൽ സിസ്റ്റത്തിനെ പഠിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ഹ്യൂമൻലി പോസിബിൾ അല്ലാത്ത ചില കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും ചില കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനും അതിൽ നിന്ന് കണക്ഷൻസ് കണ്ടുപിടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബയോഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. Now we can look into the definition of bioinformatics. Bioinformatics is an interdisciplinary approach. അതായത് പല ബ്രാഞ്ചസിൻ്റെ നോളജ് ചേർന്ന ഒരു ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ചാണ് ഏത് ബയോഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് യൂസ് ദ നോളജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി. നമുക്ക് ബയോളജി നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലെ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ വി നീഡ് ദി യൂസ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റി ഒക്കെ വെച്ചിട്ടാണ് പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ വി നീഡ് മാത്തമാറ്റിക്സ്. സോ ഇറ്റ് ഈസ് ആൻ ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച്. അതായത് മാത്സ്, കമ്പ്യൂട്ടർ, അതേപോലെ തന്നെ നമ്മുടെ ബയോളജി, ഇതൊക്കെ ചേർന്നിട്ടുള്ളൊരു ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ചാണ് ഏതെന്ന് പറയുന്നത് ബയോഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. Now we can look into the history of bioinformatics. എങ്ങനെയാണ് ഈ ബ്രാഞ്ച് ഇത്ര ഫ്ലറിഷ് ആയത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒറിജിൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇറ്റ് വാസ് ഓൾ സ്റ്റാർട്ടഡ് ഇൻ 1960s. There was a lady called Margaret Dayhoff. She is known as the mother of bioinformatics. അപ്പോൾ മാർഗരറ്റ് ഡേഹോഫ് ആണ് ആദ്യമായിട്ടൊരു ബയോളജിക്കൽ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് എ പ്രോട്ടീൻ സീക്വൻസ് ഡേറ്റാബേസ്. അതിനുശേഷം ഇതേ മാർഗരറ്റ് ഡേഹോഫ് തന്നെയാണ് 1 ലെറ്റർ കോഡ് കൊടുക്കുന്നത് അമിനോ ആസിഡിന്. ഫോർ എക്സാമ്പിൾ, ഇതിന് മുമ്പെന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡിന് 3 ലെറ്റർ കോഡ് ഉപയോഗിച്ചായിരുന്നു ഡിനോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അലാനിനാണെങ്കിൽ അതിനൊരു 3 ലെറ്റർ കോഡ് കാണും. അത് വെച്ചിട്ടാണ് അലാനിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊരു എൻറ്റയർ പ്രോട്ടീൻ്റെ സീക്വൻസ് എടുക്കുമ്പോൾ ഈ 3 ലെറ്റർ കാരണം ഇത് ഒരുപാട് ബൾക്കി ആവാൻ തുടങ്ങി. അപ്പോൾ ഒരു അമിനോ ആസിഡിന് തന്നെ 3 ലെറ്റർ ഉണ്ടെങ്കിൽ ഒരു പ്രോട്ടീൻ കുറേ അമിനോ ആസിഡ് കാണില്ലേ. അപ്പോൾ ഇത് ഒരുപാട് ബിഗ് ആയി പോകും. ഇതിൻ്റെ ആ കോഡെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് ഒരുപാട് ബൾക്കി ആവും. അപ്പോൾ വാട്ട് ഷീ ഡിഡ് വാസ്, അവർ ഓരോ അമിനോ ആസിഡിനും ഓരോ ലെറ്റർ കൊടുത്തു. ഇപ്പോൾ അലാനിനാണെങ്കിൽ A കൊടുത്തു. ആ സമയത്ത് ഈ അമിനോ ആസിഡിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്മോളർ ആവാൻ തുടങ്ങി. അപ്പോൾ പ്രോട്ടീൻ്റെ എൻ്റയർ ഡേറ്റ എടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി സ്മോളർ ആവാൻ തുടങ്ങി. അതിനുശേഷം 1980s മൈക്കിൾ വാട്ടർമാനും ടെമ്പിൾ സ്മിത്തും കൂടി ചേർന്നിട്ട് ഒരു ആൽഗോരിതം ക്രിയേറ്റ് ചെയ്തു. ഇറ്റ് വാസ് എ ലോക്കൽ സീക്വൻസ് അലൈൻമെൻറ്റ് ആൽഗോരിതം. ഇതെന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് സീക്വൻസ് തമ്മിൽ കമ്പയർ ചെയ്യാനും അതിനെ അനാലിസിസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ആൽഗോരിതം ആയിരുന്നു. അതിനുശേഷം 1990s നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് വരുന്നത്. ഇറ്റ് വാസ് എ മാസീവ് പ്രൊജക്റ്റ്. ഒരുപാട് രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷൻ ആയിരുന്നു എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. എൻ്റയർ ഹ്യൂമൻ ജീനോമിനെ നമ്മൾ സീക്വൻസ് ചെയ്ത് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് ലെഡ് ബൈ ഫ്രാൻസിസ് കോളിൻസ്. We can't see that here. Collins. Okay, it was led by Francis Collins. It took around 30 years to complete. ഒരു 13 വർഷത്തോളം എടുത്ത ഒരു മാസീവ് ബിഗ് പ്രൊജക്റ്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1990s. അതിനുശേഷം ഈ സമയത്ത് തന്നെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിന് വേണ്ടി ഒരുപാട് ഡേറ്റ ആവശ്യമായിട്ട് വന്നു, അല്ലെങ്കിൽ ഒരുപാട് ആൽഗോരിതംസ് ആവശ്യമായിട്ട് വന്നു, ഈസി സെർച്ചിങ് ടൂൾസ് വേണ്ടി വന്നു, ഈസി സീക്വൻസ് അലൈൻമെൻറ്റ് വേണ്ടി വന്നു. ആ സമയത്താണ് നമ്മുടെ EMBL, DDBJ, ജീൻ ബാങ്ക് തുടങ്ങിയ പോലത്തെ ഡേറ്റാബേസുകളുടെയൊക്കെ ഫ്ലറിഷിംഗ് ടൈം എന്ന് പറയുന്നത്. അതൊക്കെ വന്നു, അതൊക്കെ ഫ്ലറിഷായി എല്ലാവരിലേക്കും എത്താൻ തുടങ്ങി. അതിനുശേഷം 1997 ബ്ലാസ്റ്റ് ഡെവലപ്പായി. ഡേവിഡ് ലിപ്മാനാണ് ബ്ലാസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് വന്നതോടുകൂടി തന്നെ ഇറ്റ് വാസ് അണ്ടർ ദി NCBI. ഇത് വന്നതോടുകൂടി തന്നെ നമ്മുടെ സീക്വൻസിങ് ഒക്കെ വളരെ ഫാസ്റ്റായി തുടങ്ങി, വളരെ ഈസി ആയി തുടങ്ങി. അതിനുശേഷം 1998 പബ്ലിക് പാർട്ടിസിപ്പേഷൻ അല്ലാതെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും കൂടി വരാൻ തുടങ്ങി ജീനോം സീക്വൻസിങ് അനാലിസിസിലൊക്കെ. അങ്ങനെ ഫസ്റ്റ് വന്ന ആളാണ് ക്രേഗ് വെൻറ്റർ എന്ന് പറയുന്ന ആൾ തുടങ്ങിയ ഒരു കമ്പനിയാണ് സെലേറ ജീനോമിക്സ് എന്ന് പറയുന്നത്. ഇവരും ഹ്യൂമൻ ജീനോം അനാലിസിസ് ചെയ്തു. നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ചെയ്ത അതേ സമയത്ത് തന്നെ ഇവരും കംപ്ലീറ്റ് ചെയ്തു. ഇറ്റ് വാസ് എ ഫാസ്റ്റ് മെത്തേഡ്. മറ്റേത് 13 വർഷം എടുത്തെങ്കിൽ ഇവർ 1998 സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 2000 ആയപ്പോഴത്തേക്കും അവർ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തു. അവർ യൂസ് ചെയ്തത് ഷോർട്ട് ഗൺ സീക്വൻസിങ് മെത്തേഡായിരുന്നു. ഇറ്റ് വാസ് മോർ ഫാസ്റ്റർ. ആൻഡ് ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ സമയത്താണിത് ചെയ്തു തീർത്തത്. അതായത് ഈ പ്രോജക്റ്റ് ചെയ്തു തീർത്തത് ഏകദേശം ഒരേ സമയത്താണ്. അപ്പോൾ ദെർ വാസ് എ കോമ്പറ്റീഷൻ, ആരാദ്യം പബ്ലിഷ് ചെയ്യും, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആ സമയത്തുണ്ടായിരുന്നു. സോ അമേരിക്കൻ പ്രസിഡൻറ്റും UK പ്രൈം മിനിസ്റ്ററും കൂടി ഇടപെട്ട്, അപ്പോൾ ബിൽ ക്ലിൻ്റൺ ആയിരുന്നു ആ സമയത്ത് അമേരിക്കൻ പ്രസിഡൻറ്റ്, ടോണി സ്റ്റാർക്കായിരുന്നു UK പ്രൈം മിനിസ്റ്റർ. ഇവർ രണ്ടുപേരും കൂടി ഇടപെട്ട് ഇത് ഒരേ ദിവസമാണ് ഈ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തത്. ഇവർ രണ്ടുപേരെയും കൂടി
യൂണിഫൈ ചെയ്ത്, അതായത് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ക്രേഗ് വെൻഡറിൻ്റെ പ്രൊജക്റ്റും പബ്ലിക് പ്രൊജക്റ്റായിട്ടുള്ള ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റും കൂടി ഒരേ ദിവസം പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ധാരണ ഉണ്ടാക്കി ജൂൺ 26 രണ്ടുപേരും പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം 2001 ഇതിൻ്റെ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തത് 2001 ഇതിൻ്റെ ഫുൾ പ്രൊജക്റ്റ് പബ്ലിഷ് ആവുന്നത്. So bye guys, we can discuss the rest in the next video.